ബന്ദികൾ മോചിച്ചത് ഖാൻ യൂനിസിൽ നിന്ന്. ഇസ്രായേൽ സർക്കാരും IDFും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഖാൻ യൂനിസ് ഏകദേശം 1.5 വർഷത്തോളം പൂർണ്ണമായി ഇസ്രായേലിൻ്റെ IDF നിയന്ത്രിക്കുകയും സർവ്വമേഖലയും തകർത്തെറിയുകയും വലിയ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യപ്പെട്ട ഏരിയയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഹമാസ് ഉള്ളത് എന്നതിനാൽ പ്രത്യേകമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പിനെ തന്നെ ഈ മേഖലയിലേക്ക് നിയമിച്ചിരുന്നു. വല്ലാതൊന്നും മധ്യ ഗസയിൽ നിന്ന് അനുഭവിക്കുന്ന അത്ര തന്നെ പ്രതിരോധങ്ങൾ ഈ ഖാൻ യൂനിസിൻ്റെ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അനുഭവിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയായി നിലനിർത്തുന്നു. അപ്പോൾ ഈ ഏറെക്കുറെ സംശയങ്ങൾ ഖാൻ യൂനിസിൻ്റെയും മധ്യ ഗസയുടെയും ഭാഗങ്ങളിലാണ് ഈ ബന്ദികൾ ഉള്ളത് എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഭാഗവും ഇടിച്ച് നിരത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള പരിശോധന ഇസ്രായേൽ സർക്കാർ ആരംഭിച്ചു. പക്ഷേ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. അതേ മേഖലയിൽ നിന്ന് അവർ ഇതിനു മുൻപ് തന്നെ ഹമാസിൻ്റെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ചവിട്ട് നടക്കുന്ന ഭൂമിക്കടിയിൽ അതായത് ബന്ദികൾ സുരക്ഷിതരാണ് അല്ലെങ്കിൽ അവരുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തന്നെ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ താഴ്ചയിൽ ഏകദേശം 1/2 കിലോമീറ്റർ എങ്കിലും താഴ്ചയിലുള്ള ഭാഗങ്ങളിലെല്ലാം നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നിരീക്ഷണം നടത്താനുള്ള പ്രത്യേകപരമായിരിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസ് പോലും ഖാൻ യൂനിസിൻ്റെയും മധ്യ ഗസയുടെയും ഭാഗങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലാ ശ്രമവും പരാജയമായിരുന്നു. അവർക്ക് നിരാശയായിരുന്നു, സങ്കടകരമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് ഏകദേശം 14ഓളം പ്രത്യേകമായിരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഗുഹകൾ പോലെയുള്ള പ്രത്യേക മേഖലകളിൽ നിന്നാണ് ഈ ബന്ദികളെല്ലാം പൊന്തി വന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 7000ഓളം ഈ ഫലസ്തീൻ പൗരന്മാരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിട്ടും അവരിൽ ഒരാൾക്ക് പോലും ഒരു കൃത്യതയോട് കൂടിയിട്ട് ഇന്ന മേഖലയിലാണ് ബന്ദികൾ ഉള്ളത് എന്ന് പറയാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹമാസിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരും ഇസ്രായേൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. കാര്യമെന്ന് പറയുന്നത് വെടിവെച്ച് കൊന്നവരോ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോ ആയിരിക്കുന്ന ആളുകൾ എത്രത്തോളം ഹമാസിൻ്റെ ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഒരു കൃത്യമായിരിക്കുന്ന വിവരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. 30,000-40,000 സൈനികരാണ് ഏറെക്കുറെ ഗസയുടെ അകത്ത് ഹമാസിൻ്റെ ആളുകൾ ഉള്ളത് എന്നുള്ളത് ആദ്യം തന്നെ ഇസ്രായേൽ പറഞ്ഞ കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് അവരൊക്കെ 67,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതിൽ ബഹുഭൂരിപക്ഷവും ഹമാസിൻ്റെ ആളുകളാണ് എന്ന് ഇസ്രായേൽ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ ആളുകൾ അവിടെ ഉണ്ടാവാൻ തന്നെ പാടില്ല. ഇപ്പം നോക്കുന്ന സമയത്ത് ഈ വലിയൊരു സംഖ്യ 10,000-ത്തോളം എങ്കിലും പോരാളികൾ അല്ലെങ്കിൽ സൈനിക വേഷം ധരിച്ച ആയുധമേന്തിയവർ ഗസയുടെ വ്യത്യസ്ത മേഖലയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഹമാസിൻ്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരവിടെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്തത് ഹമാസിനോടല്ലെന്നും സാധാരണക്കാരെയാണ് കൊന്നത് എന്നുള്ളതും ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്ന വിവരമാണ് ഖാൻ യൂനിസിൽ നിന്ന് ഇവർ ഉയർന്നു വന്നതോട് കൂടിയിട്ട് ലോകം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. പല അഭിപ്രായങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് ഗസയിലല്ല, ഈജിപ്തിലോ അതല്ലെങ്കിൽ ലെബനാനിലോ രാജ്യാതിർത്തി വിട്ടുകൊണ്ട് പ്രദേശത്തിൻ്റെ ഭാഗങ്ങളല്ലാത്ത മേഖലയിലാണ് അവരുള്ളത്. കാര്യം 80% ബിൽഡിങ്ങുകളും ഗസയിൽ തകർന്നിരിക്കുന്നു. 1.5 ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. 67,000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം, ബന്ദിമോചനം നടന്നതിന് ശേഷം തന്നെ പല ഫലസ്തീനികളുടെ മൃതദേഹവും പല ബിൽഡിങ്ങിൻ്റെ ഉള്ളതും ഏകദേശം 156 മൃതദേഹം കിട്ടി എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ കിട്ടിയത് ഈ മധ്യ ഗസയിലാണ്, ശേഷിക്കുന്നത് കിട്ടിയത് ഖാൻ യൂനിസിൽ നിന്നാണ്. അപ്പോൾ മാരകമായിരിക്കുന്ന യുദ്ധം നടത്തി എന്ന് മാത്രമല്ല, അതിനുശേഷം ഈ ഖാൻ യൂനിസിൻ്റെ സർവ്വ മേഖലയുടെ നിയന്ത്രണം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ആ പ്രദേശത്തേക്ക് മറ്റൊരു ഫലസ്തീന് വരാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മതിൽ കിട്ടുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും നിരീക്ഷണം, ആകാശ നിരീക്ഷണവും അതേപോലെ തന്നെ റോഡ് ഗതാഗതമായ രീതിയിൽ ഭൂമി നിരീക്ഷണവും ഉണ്ടായിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ക്യാമറ നിരീക്ഷണം ഈ മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു.
നടത്തിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിരീക്ഷണങ്ങൾ എന്ന് ഇസ്രായേൽ തന്നെ IDF തന്നെ ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട ബന്ദികൾ സുരക്ഷിതരാണ്, അവർ 20 പേർ മരണപ്പെട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണങ്ങളും അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും മറ്റ് സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനവും ഈ ബന്ദികൾക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ സൗകര്യങ്ങളുണ്ട് എന്ന് പറയുന്ന സമയത്തും ഈ ബങ്കറുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കാൻ മാത്രം ബലവും ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയും ഇസ്രായേലും ഗസയ്ക്ക് നേരെ നടത്തിയിരിക്കുന്ന യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങളും അതിനുശേഷമുള്ള അതിൻ്റെ ശേഷിപ്പുകളും പരിശോധിക്കുന്ന സമയത്ത് ലോകം മൂക്കത്ത് വിരൽ വെച്ച് പോകും എന്ന് പറഞ്ഞാൽ യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമായിട്ട് പുറത്തു വരികയാണ്. സർവ്വമേഖലയും കീഴടക്കാൻ വേണ്ടിയിട്ട് സൈനിക ബലത്തോടു കൂടി തന്നെ മുന്നേറ്റം നടത്തുകയും കീഴടക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള 23 ലക്ഷം ആളുകൾ ഇപ്പോൾ ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന രീതിയിൽ നിയന്ത്രണമില്ലാത്ത രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിലായിരുന്നു യുദ്ധത്തിൻ്റെ പരിണത ഫലം ഈ മേഖലയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്താണ് അത്ഭുതപ്പെട്ടു പോകുന്നത്. ഏതൊക്കെ സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. കാരണം മിലിറ്ററി ബേസ് എന്ന് പറയുന്ന സംവിധാനമൊന്നും ഗസയ്ക്കില്ല. യുദ്ധവിമാനങ്ങളോ പടക്കപ്പലുകളോ കവചിത വാഹനങ്ങളോ ടാങ്കുകളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രീയപരമായ രീതിയിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ശാസ്ത്രീയ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഗം ഇതെല്ലാമുള്ള വലിയ മഹാരാജ്യത്തോട് 2 കൊല്ലമായിട്ട് യുദ്ധം ചെയ്യുന്നത് മാത്രമല്ല കൃത്യമായ രീതിയിൽ ഒരു ബന്ദിയെപ്പോലും മോചിപ്പിക്കാൻ സാധിക്കാത്ത വിധം അവർ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമൊന്നുമല്ല. ഈ ഒരു അത്ഭുത സംഭവങ്ങളാണ് ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്നത്. പല വിഭാഗങ്ങളും, അതായത് നിരീക്ഷണം നടത്താൻ പറ്റുന്ന അത്ര വൈദൂരത്ത് വെച്ച് കൊണ്ടുള്ള ക്യാമറ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇവർ ഉയർന്നു പോകുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അതൊന്നും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതിനപ്പുറം മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇനിയൊരു സൈനിക വിന്യാസമോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടാവില്ല. ഹമാസ് എന്ത് ചെയ്യണം, ആയുധം വെച്ച് കീഴടങ്ങണം, അല്ലെ രാജ്യം വിട്ടു പോകണം, ആ നിർദ്ദേശ കാര്യങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. 21 നിർദ്ദേശങ്ങളിൽ 7ഓളം നിർദ്ദേശങ്ങൾ മാത്രമേ പാലിക്കാൻ പറ്റൂ, ബാക്കി പാലിക്കാൻ പറ്റില്ലെന്ന് ഹമാസ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഭീഷണി കാര്യങ്ങളും വലിയ രീതിയിലുള്ള ഈ മുന്നറിയിപ്പുകളെല്ലാം അമേരിക്കയുടെ പ്രസിഡൻ്റ് ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊന്നും അംഗീകരിച്ചിട്ടേ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം ഏത് തരത്തിൽ ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചു കൊണ്ടും കണ്ടെത്താൻ സാധിക്കാത്ത വിധമുള്ള ഒരു സംവിധാനം എങ്ങനെയാണ് ഹമാസിനുണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേൽ എന്താണ് എന്നുള്ളതും അവരുടെ സൈനിക ബലവും ശക്തിയും ബുദ്ധിയും മുന്നേറ്റങ്ങളും അവർ മുൻപ് നടത്തിയ യുദ്ധങ്ങളും ഇനി യുദ്ധം നടത്താനുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും തന്ത്രങ്ങളും ഏതാണെന്ന് കൃത്യതയോടുകൂടി പഠിക്കുകയാണ് കഴിഞ്ഞ 5-10 വർഷമായിട്ട് ഹമാസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് പറയുന്നത്. അതിലിപ്പോൾ നേർക്കുനേരെ പറയുന്ന സമയത്ത് ഒരു ഹമാസിൻ്റെ നേതാവിനെ പോലും ഇസ്രായേൽ കൊന്നിട്ടില്ല എന്നുള്ളതാണ്. ഹമാസിൻ്റെ നേതാവ് എന്ന നിലക്ക് ഒരു ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് ഇവിടെ ഇറാനിൽ നടത്തിയിരിക്കുന്ന ഈ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം മാത്രമാണ്. ബാക്കി ഗസക്കകത്ത് വെച്ച് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഹമാസിൻ്റെ നേതാവ് യഹിയ സിൻവാർ ആക്രമണത്തിനിടയിൽ അറിയാത്ത രീതിയിൽ മറ്റ് ആക്രമികൾ എന്ന തരത്തിലാണ് അവിടെ കൊലപാതകം നടന്നത്, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തിയിട്ട് കൊല്ലപ്പെടുന്നത്. അല്ലാതെ ഇന്ന ആൾ ഇന്ന ലക്ഷ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വെടിവെക്കുകയോ ആക്രമണം നടത്തുകയോ അല്ല. പോരാളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണത്തിനിടയിൽ അയാൾ കൊല്ലപ്പെടുന്നു. പിന്നെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതും ഇതേ സ്ഥിതി തന്നെയാണ്. അവൻ താമസിച്ചിരിക്കുന്ന ബിൽഡിംഗ് ആണ് എന്ന് അനുമാനിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. അതിപ്പോഴും ഹമാസ് സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ യുദ്ധം യഥാർത്ഥത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. കുറേ ആളുകളെ കൊന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് ലോകം നിരീക്ഷിക്കുകയാണ്. ലോകം ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.